വേദിയിലിരിക്കുന്ന നമ്മുടെ പിറ്റിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് സുരേഷ് സാർ, ബഹുമാനപ്പെട്ട നമ്മുടെ ജോസഫ് നാട്ട വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സ്നേഹമുള്ള നവജീവൻ കുടുംബാംഗങ്ങളെ, നമുക്കറിയാം 2018 തൊണ്ടി ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഒരു സ്വാതന്ത്ര്യ പരിപാലന സംഘടനയാണ് നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ കടപ്പെടുന്ന ഈ അവസരത്തിൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി വേദനിക്കുന്നവരെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച പ്രസ്ഥാനമാണ് നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ്. 2019 തൊട്ടിൽ പുതിയയിൽ വെച്ച് നമ്മൾ കുടുംബസംഗമം നടത്തുമ്പോൾ നമ്മുടെ ബഹുമാനായ MLA ആയിരുന്നു അന്ന് അത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. തീരെ നിർദ്ധരായ ക്യാൻസർ രോഗികളെ, അതേപോലെ തന്നെ വീടുകളിൽ കിടപ്പിലായ രോഗികളെയും നമ്മൾ പരിഹരിക്കുന്ന ആണ് കൈകാര്യം ചെയ്തത്. കണ്ണൂർ വീട്ടിൽ നിന്ന് എല്ലാ മാസവും ഡോക്ടറെ വരികയും ക്യാൻസർ രോഗികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഓഫീസിൽ വന്ന് അവർ ചികിത്സ തേടുകയും അവർക്ക് വേണ്ടുന്ന മരുന്നുകളും ഭക്ഷണ സാധനങ്ങളും അവരുടെ വീടുകളിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുകയാണ് ഇതെന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഓണം, ക്രിസ്മസ് തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ നമ്മുടെ സമീപ പ്രദേശത്തും അല്ലാതെ സ്ഥലങ്ങളിൽ പോയി നമ്മൾ വിവരങ്ങൾ ലഭിക്കുമ്പോൾ സമയവും ദൂരവും കണക്കിലെടുക്കാതെ അവരുടെ വീടുകളിൽ പോയി നമ്മൾ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ പറ്റുപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ കഴിഞ്ഞ വർഷം നമ്മളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ സന്തോഷകരമായ അഭിമാനിക്കപ്പെടാവുന്ന, നമ്മളെ സംബന്ധിച്ച് അഭിമാനിക്കപ്പെടാവുന്ന പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെച്ചത്. നമ്മുടെ തൊട്ട് സമീപത്തുള്ള ഒരു കഴിഞ്ഞ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് നമ്മൾ വീട് വിട്ടുകൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. അതിന് താൽപര്യത്തിനകത്ത് നമ്മുടെ MLA സാറും നമ്മുടെ വികാരിയച്ഛൻ
ജോസഫിനും അതേപോലെ തന്നെ നമ്മുടെ മക്കളൊക്കെ തുടക്കം മുതൽ തന്നെ നമുക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണി ചലഞ്ചിൽ വരുമ്പോൾ രാത്രി 12 മണിക്കൊക്കെയാണ് നമ്മുടെ ജോസഫിനും നമ്മുടെ മകളൊക്കെ നമ്മളോടൊപ്പം നിന്നുകൊണ്ട് അത് പൂർത്തീകരിച്ചിട്ടാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും നമ്മുടെ ഏത് ആവശ്യത്തിലും നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന നമ്മുടെ ബഹുമാനിയായ MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് സാറിനെ ട്രസ്റ്റിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്താമെന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ തൊണ്ടി ഭഗവാനാമികാരി ഫാദർ മാത്യു തെക്കമയത്തിന് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് ആശംസ അർപ്പിക്കുവാനായി ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ജോസ് മുണ്ടക്കലത്തിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായി കൂടത്തുണ്ടി പഴയ വികാരി മാർട്ടിനത്തിനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും വലിയ വിലയിൽ പോലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് വേണ്ടുന്ന നേതൃത്വവും എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്ന പാലിയേറ്റീവ് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂരിന്റെ പ്രസിഡന്റ് സുനിൽ സാറിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന കണിച്ചാർ പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യനെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ആശംസകൾ അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരായ സജീവൻ, ജിഷ സജി എന്നിവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ മോർണിംഗ് ഫെഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമി തൊണ്ടിയിൽ എത്തിയിരിക്കുന്ന അതിന്റെ ചെയർമാൻ കുട്ടിരസാമിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് ഗവൺമെന്റ് ഗ്രാമപഞ്ചായത്തിന്റെ മകൾ ബെറ്റി സിസ്റ്ററിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളോടൊപ്പം എന്നും കൂടെ നിൽക്കുന്ന മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ മാലത്ത് അപ്പഞ്ചമ്മയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്കിവിടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന മൈക്കട്ടി മാനത്ത് സതീശൻ മണ്ണാറോളം, ലയൺസ് ക്ലബ്ബ് പേരാവിന്റെ ടോമിച്ചേട്ടൻ, ബേബി ബാലകർ, ചാൾസ് ജാതിവേൽ, ദീപേഷ് കാലക്കട്ട്, അപ്പച്ചൻ വെട്ടിപ്പുഴ, ദേവസ്വം നെല്ലിക്കുന്ന്, ബിനോയ് വെള്ളപ്പനാട്ട്, സജി കോടന്തൂർ, രതീഷ് കടത്തിൽ, സുരേഷ് കോടന്തൂർ, ജേസൻ മേക്കുന്ന്, ശ്രീജിത്ത് പാലേരി എന്നിവർക്കും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ കുടുംബ സമൂഹത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന സ്വദേശത്തെയും പുറത്തുനിന്നും എത്തിയ നവജീവൻ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. സുഹൃത്തായ മാത്യു തെക്കമറിയാൻ ചെറിയ ആയുധത്തിൽ
നടത്താം. എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനുമായ കുളപ്പറ്റി ദേവാലയക്കാരി ഫാദർ മാർനച്ചൻ, ബഹുമാനപ്പെട്ട നമ്മുടെ മണ്ഡലച്ചൻ, പ്രിയപ്പെട്ട വിക്കിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സുനിൽ മാമൻ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വെളിച്ചൻ സാർ, നമ്മുടെ പ്രിയങ്കരനായ സമാരാധനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ വ്യക്തികൾ, നമ്മളെല്ലാം എല്ലാ കാര്യത്തിലും സഹകരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട മറ്റ് സംഘടന ഭാരവാഹികൾ, നമ്മളൊക്കെ വളരെ കുറച്ച് താമസിച്ചാണ് നമ്മൾ മീറ്റിംഗ് തുടങ്ങിയത്. അത്യാവശ്യം ഈ കാര്യത്തിനെ പറ്റി കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയില്ല ബഹുമാനപ്പെട്ട സംസാരതയുണ്ട്. ഞാൻ അതിലോട്ടൊന്നും കടക്കുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രം തുടങ്ങിയതാണ് ഓഫീസും ഇങ്ങനൊരു സംഘടനയും. പരമാവധി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഈ നല്ലവരായ നാട്ടുകാരുടെ സഹകരണമാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളൊരു സത്യമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ആളുകളും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായിട്ടും ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം എല്ലാവർക്കും തിരക്കുള്ള ആളുകളാണ്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ അവതരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് നമ്മുടെ ഈ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തിരുത്താറെ ഓർമ്മിക്കുകയാണ്. കഴിയുന്നവർ അനേകരാണ്. വാസ്തവീകരിക്കപ്പെടുന്ന ഇവരുടെ നൊമ്പരങ്ങളും സംഘടനകളും പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. രോഗങ്ങളാലും ദുരിതങ്ങളാലും ആയുസ് മുഴുവൻ പാഴായി പോകുന്നത് നമുക്ക് ചുറ്റുമുണ്ട്. എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ എന്ന നിസ്സംഗതയിൽ കൈവഴിഞ്ഞു പോവുകയാണ് പലരും. ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിന് ആശ്വാസത്തിന്റെ കരുതലിന്റെ ഒരു കൈത്താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ 2018 നവജീവ ട്രസ്റ്റ് സ്ഥാപിക്കപ്പെട്ടതാകുന്നത്. മൃതദേഹായ ക്യാൻസർ രോഗികൾക്കും അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം ചികിത്സ അപായമായി ചെറുതെങ്കിലും കഴിയുന്ന ഒരു സഹായം ചെയ്യുക എന്നതാണ് ഈ ട്രസ്റ്റിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനു വേണ്ടി എല്ലാ മാസവും കണ്ണൂർ മലബാർ ക്യാൻസർ സെന്ററിൽ നിന്നും ഡോക്ടറെ കൊണ്ടുവരികയും രോഗികളെ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ മരുന്നുകൾ ഓരോ മാസവും സൗജന്യമായി നൽകുകയും ചെയ്യുന്നു. ആവശ്യമുള്ള രോഗികൾക്ക് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വാഹന സൗകര്യവും ചെയ്തു കൊടുത്ത് അവരെ പരിശോധന സ്ഥലത്തെത്തിക്കുകയും തിരിച്ച് വീട്ടിലെത്തിക്കുകയും ചെയ്യാറുണ്ട്. വീട്ടിൽ കിടക്കുന്ന രോഗികൾക്ക് ഡോക്ടർ ഹോംകെയറും നേഴ്സിംഗ് ഹോംകെയറും ചെയ്തു കൊടുക്കുന്നു. കൂടാതെ ആവശ്യമുള്ളവർക്ക് ഭക്ഷണസാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. തീരെ അവസ്ഥയായ വീടുകളിൽ കഴിയുന്ന രോഗികൾക്ക് ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് സഹായം സൗകര്യം ചെയ്തു കൊടുക്കുന്നു. വികലാംഗരായ ഒരു വിദ്യാർത്ഥിക്ക് ബാങ്കുകളിൽ നിന്ന് സംഘടന സഹായത്തോടെ പൂർണ്ണകാലം കൊടുക്കുകയുണ്ടായി. ഭവനങ്ങളിൽ കിടപ്പ് രോഗികളായി കഴിയുന്നവർക്ക് വിവിധ കരുവികൾ ഏർപ്പെട്ട് വാട്ടുപെട്ട് വാക്കർ വീഴ്ചകൾ മുതലായവ അവർക്ക് ആവശ്യമായ സമയത്ത് നൽകാറുണ്ട്. ഇവ തികച്ചും സൗജന്യമായാണ് ഞങ്ങൾ നൽകുന്നത്. പണി പൂർത്തിയാകാനാവാതെ പാതി വഴി നയിച്ചുപോയ ഒരു വീടിന്റെ നിർമ്മാണത്തിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുകയും ഭവനത്തിന്റെ പണി പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. 2019 മുതൽ പിതാവ് നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥികളുടെ പഠനത്തിനും മറ്റും പ്രതിമാസം 4000 രൂപ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കൊടുത്തുവരുന്നു. അറിയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇതിനുവേണ്ട ക്രമീകരണങ്ങൾ ഞാൻ ചെയ്ത് തരുന്ന കാര്യം ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഇവിടെ സ്മരിക്കുന്നു. ഓണം, ക്രിസ്മസ് പോലുള്ള വിശേഷാവസരങ്ങളിൽ അതാത് പ്രദേശത്തെ അർഹരായവരെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ഭക്ഷണസാധനങ്ങളും വിറ്റ് നൽകി വരുന്നു. വിവരം ലഭിക്കുന്നതനുസരിച്ച് ഓരോ പ്രദേശത്തും വിവിധ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭവനങ്ങൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ട്രസ്റ്റിന്റെ പരിധികളിൽ നിന്നും ചെയ്തു കൊടുത്തു വരുന്നു. ട്രസ്റ്റിന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ ഏറെ അഭിമാനകരവും ദീർഘനാളത്തെ അധ്വാനത്തിന്റെയും
വളരെയേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ചില സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. വളരെ ഏറെ കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും ഉയർന്നിട്ടും ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോക്കം പോകാതെ അത് പൂർത്തീകരിച്ച ചരിത്രമാണുള്ളത്. 2 വർഷം മുമ്പുണ്ടായ പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന്റെ ദയനീയാവസ്ഥ ആരെയും കൈകാലിക്കുന്നതായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാതെ ഭവനം, പ്രായമേറിയ അമ്മയും രോഗിയായ മകനും കുടുംബവും തികച്ചും പരിതാപകരമായ അവസ്ഥയിൽ കഴിഞ്ഞ അവർക്ക് നല്ലൊരു വീട് എന്ന സ്വപ്നം മാത്രമായിരുന്നു. ഈ അവസ്ഥയിലാണ് ട്രസ്റ്റുകൾക്ക് ഒരു ഭവനം പണിതു കൊടുക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധി തടസ്സമായി വന്നപ്പോഴും ബിരിയാണി ചലഞ്ച് പോലുള്ള കൂട്ടായ്മകൾ നടത്തി സാമ്പത്തികം കണ്ടെത്തുവാനും കൂടാതെ നാട്ടിലും വിദേശത്തുമുള്ള അനേകരുടെ അനവധി സഹായം വഴി 12 ലക്ഷത്തോളം രൂപ ചെലവിൽ നിർമ്മിച്ച വീട് 2023 ഡിസംബർ 31-ാം തീയതി ബഹുമാനപ്പെട്ട MLA സംഗീത് ജോസഫ് സാറിന്റെയും പാർവതീ അച്ഛന്റെയും എന്നൊരു സാധനത്തിൽ ആ വലിയ സ്വപ്നം ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചു. എല്ലാ പണിയും പൂർത്തിയാക്കി ഭവനത്തിന്റെ താക്കോൽ ദാനം നടത്തുകയും ചെയ്തു. ഈ അവസരത്തിൽ ഞങ്ങളെ സഹായിച്ച ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകുവാനുണ്ട്. ഒറ്റയ്ക്കാവുമ്പോഴാണ് കടന്നു പോവുക. ഇനിയും ഹൃദയത്തിലെ നന്മ പറ്റാത്തവർ അനേകരുണ്ട്. നിങ്ങളുടെ ഒരു ചെറിയ കരുതൽ അനേകരുടെ കരങ്ങൾ ഒത്തുചേരുമ്പോൾ അത് വലിയ ശക്തിയുടെ പ്രകടനമാകും. പലവിധ അടിസ്ഥാനരഹിതായങ്ങൾ പലയിടത്തു നിന്നും ഉയർന്നപ്പോഴും അവയെല്ലാം അവഗണിച്ചുകൊണ്ട് മുന്നേറുന്നതിന്റെ ചുരുങ്ങിയ കാലത്തെ പ്രവർത്തന റിപ്പോർട്ട് ബഹുമാനപ്പെട്ട സദസ്സിന് മുൻപാകെ സമർപ്പിക്കുന്നു. സൗജന്യ സെക്രട്ടറി CB ജോൺ കണ്ണീറ്റിൽ. പ്രിയങ്കരനായ അധ്യക്ഷൻ നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ശ്രീ ഷാജി കെമിക്കൽ, ബഹുമാനപ്പെട്ട പുതിയ നേതാവ് കൊറോനയുടെ ആർച്ച് പ്രീസ്റ്റ് ഷാജി തെങ്ങൂരിയച്ചൻ, അതേപോലെ തന്നെ ജോസച്ചൻ മാർക്കനച്ചൻ, സ്വാഗതമാസത്തിന്റെ സെക്രട്ടറി ശ്രീ സിബി, മറ്റേ ഇവിടെ ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള സുനിൽ ഉൾപ്പെടെ അധ്യക്ഷ വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ
നിരവധി ആളുകൾ രോഗികളായിട്ട് സത്യത്തിൽ പരിചരണം കിട്ടാത്തയാണെങ്കിലും ചികിത്സാ സൗകര്യം കിട്ടാത്തയാണെങ്കിലും നിരവധി പേര്. ചികിത്സാ ചെലവെന്ന് പറയുന്നത് വളരെ ഭാരിച്ചതാണ്. ഗവൺമെന്റ് സംവിധാനങ്ങൾ എത്ര ശക്തമെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോൾ പലപ്പോഴും ആളുകൾ സ്വകാര്യ ആശുപത്രികളെ തന്നെയാണ് ആശ്രയിക്കേണ്ടി വരുന്നത്. അവിടുത്തെ ഭാരിച്ച ചികിത്സാ ചെലവ്. എനിക്കൊരു ദിവസം ഒരു കേസിലെങ്കിലും കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ ബില്ല് കിട്ടിക്കഴിയുന്ന രോഗിക്ക് വേണ്ടി ഡിസ്ചാർജിന്റെ സമയത്ത് ശുപാർശ പറയുന്ന സാഹചര്യം. ഒരു ദിവസത്തിൽ ഒരു കേസെങ്കിലും കണ്ണൂരിലോ തലശ്ശേരിയിലോ നമ്മുടേക്ക് വരാവുന്നോ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ, കാരണം അത്ര വലിയ ബില്ല, ചെലവ് വളരെ പലർക്കും ഇത് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ വീട്ടിലത്തെ അവസ്ഥ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ഉള്ള കുട്ടികൾ വിദേശത്താണ്. വോട്ടുകൾ പോലും ബാധിച്ചു. വോട്ടുകൾ മാത്രമല്ല, കുടുംബങ്ങളുടെ മുതിർന്നവര് നോക്കുന്ന കാര്യങ്ങളിൽ സാരമായിട്ട് ബാധിച്ചു. ഇത് രാവിലെ ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വനിത എന്നെ കണ്ണൂർ ജില്ലയിൽ നിന്ന് വിളിക്കുകയാണ്. അവരുടെ സഹോദരി ഉന്നത വിദ്യാഭ്യാസം നേടി അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ്. ഉയർന്ന ജോലിയിൽ നിൽക്കുകയാണ്. പക്ഷേ വയസ്സായി കഴിഞ്ഞപ്പോൾ അവർക്ക് അസുഖം വന്നു, മറവി, അങ്ങനെ രോഗം. മക്കളില്ല, സ്വത്തുണ്ട്, ഭർത്താവ് നോക്കാൻ ശരിക്കാനില്ല. അവർ മാണ്ടറിയും കാര്യം വീട്ടിൽ നിന്ന് അവർ തെരുവിലേക്ക് ഇറങ്ങി നടക്കുക. എന്നിട്ട് ആളുകൾ അറിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് നല്ല നിലയിൽ ജീവിക്കുന്ന സഹോദരന്മാർ. ആ ലേഡിയുടെ പെൻഷന്റെ ബാങ്ക് ബാലൻസ് 9 ലക്ഷം ബാങ്കിൽ കിടന്നാലും അവർക്ക് ഭക്ഷണവും മരുന്നും പരിചരണവും സുരക്ഷിതത്വവും നൽകാൻ സത്യത്തിൽ ആളുകളില്ല. ദത്തെടുത്തെന്ന് പറയാവുന്ന ഒരു ആളുകളുള്ളത് വിദേശത്താണ്. അവർ സ്വന്തം കേരളത്തിൽ വാങ്ങിയിട്ടുണ്ട്. ആവശ്യമായ തെരഞ്ഞെടുപ്പ് അവസാനം അവരെ ഒരു പെയ്ഡ് സെന്റർ ഉണ്ട്. ഉയർന്നു വരുന്ന ഒരു സ്ഥാപനം എന്നോട് കേരളത്തിലാണ് പറഞ്ഞത്. എന്നോട് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ള ഒരു ബിസിനസ് നല്ല 5 സ്റ്റാർ വൃദ്ധസദനങ്ങൾ. 5 സ്റ്റാർ ദിവസത്തൊക്കെ ഉണ്ട്. 5 സ്റ്റാറിലെങ്കിലും അതിന് താഴെയുള്ള സ്ഥാനങ്ങളിലേക്കുള്ളൂ. അപ്പൊ ഈ ലേഡിയെ ഞാൻ അതിനോട് കൂടുതൽ വിശദീകരിച്ച് പറയാതെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഈ ഒരു പെയ്ഡ് സെന്ററിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. പൈസ കൊടുത്ത് അവിടെ ആർക്ക് ഏത് സമയത്തും ആവശ്യമാണ്. ചിലപ്പോൾ ആളുകൾ അച്ഛന്മാർക്ക് അവർക്കൊരു സെന്റർ കരുവിച്ചാലും പ്രായത്തിൽ അച്ഛന്മാർക്ക് വിശ്രമ ജീവിതത്തിൽ ഒരു സെന്റർ ഉണ്ട്. സിസ്റ്റർമാർക്ക് ഉണ്ടാകുകയാണ്. വീടുകളിൽ പങ്കുവെക്കപ്പെടുകയാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രയാസമുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ പരിചരണം ഇല്ലാത്ത കേസുകളുണ്ട്. ഒരു കൊല്ലം മുമ്പായിരിക്കും ബോംബെയിലാണ് വാർത്ത വന്നത്. പക്ഷേ എന്നാലും നമ്മൾ കേട്ടിട്ട് മക്കളുടെ പ്രസിദ്ധീകരണം അറിയില്ല. ഒരു മകൻ, ഏക മകൻ അമേരിക്കയിൽ പോയി അമ്മയെ ബോംബെയിൽ ഫ്ലാറ്റിലാക്കി. അമ്മയെ ബോംബെയിൽ ഫ്ലാറ്റിലാക്കിയിട്ട് അതാമ്മയെ അവർക്ക് കല്യാണം കഴിച്ചു. അമേരിക്കയിൽ നാട്ടിലേക്ക് വരുന്നില്ല. 6 മാസത്തിന് ശേഷമാണ് അമ്മയെ 6 മാസത്തിന് ശേഷം. അപ്പൊ അമ്മ ഫോണെടുക്കുന്നില്ല. അപ്പൊ വേണ്ടാതിയായി അടുത്ത വീട്ടിൽ ഫ്ലാറ്റിലാവുമ്പോൾ ഫ്ലാറ്റ് സംസ്കാരത്തോടെ എന്താണ് നമ്മുടെ നാടിന്റെ ഒരു വലിയ സംസ്കാരം. ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്കാണ് മനസ്സിലാവും. അയൽവക്കത്തിന്റെ സംസ്കാരം, കൂട്ടായ്മയുടെ സംസ്കാരം, പരിചയപ്പെടലിന്റെ പരിചയമുള്ളതിന്റെ ഒരു ബലം. ഈ ഫ്ലാറ്റിലെ ആളുകളുടെ അവസാനം പിടിച്ച് പോലീസൊക്കെ ഇടപെട്ട് ഫ്ലാറ്റ് കുത്തിപ്പൊടിച്ച് പൊട്ടിപ്പൊടിച്ച് അകത്ത് കയറിയപ്പോൾ കാണാൻ സാധിച്ചത് അവരുടെ സ്വീകരണ മുറിയിൽ ഒരു കസേരയിൽ ഒരു പ്രായം ചെന്ന ലേഡിയുടെ ഇരിക്കുന്ന അസ്ഥി കൂടെ അവരെ ഇരുന്ന ഇരിപ്പിലായിരിക്കും വെച്ചിട്ടുള്ളത്. ഇരിക്കുന്ന അസ്ഥി കൂടെ ശരീരത്തിൽ മദ്യമോ മാംസമില്ല. ഇങ്ങനെ പെട്ടെന്ന് അങ്ങനെ കഴിച്ചു പോകും. ഇരിക്കുന്ന അസ്ഥി കൂടെ ആ
ആവശ്യമുള്ള നാട്ടിൽ കേരളത്തിന്റെ മണ്ണിൽ കുറഞ്ഞു വരുന്നുണ്ട്. തലശ്ശേരിയിൽ ഒരു കൊല്ലം 1.5 കൊല്ലം മുമ്പായിരിക്കും ഒരു കുട്ടി, ഒരു പണക്കാരനായ ചെറുപ്പക്കാരന്റെ ഏറ്റവും ആധുനികമായ കാറിൽ ചാരി നിന്നതിന്റെ പേരിൽ ആ കുട്ടിയെ ചവിട്ടി നിർത്തിക്കേ മാറിക്കണമെന്ന് പറയാല്ലേ, അല്ലെങ്കിൽ മാറിക്ക് പോരെന്ന് പറയാല്ലേ, അല്ലെ കാർ എടുത്ത് പോട്ടെന്ന് പറയാല്ലേ, ആ കുട്ടിയെ ഒഴിച്ച് നിർമ്മിക്കുകയല്ലേ. പിന്നീട് വലിയ മാധ്യമ ശ്രദ്ധ വന്നിട്ടാണ് കേസെടുത്ത് ജാമ്യമില്ലാത്ത കേസെടുത്ത് പ്രതിയെ പിടികൂടിയത്. വേറൊരു കേസ് വായിച്ചത് പത്രത്തിൽ വെച്ച് നമ്മൾ മറക്കുകയാണ്. അടുത്ത പറമ്പിൽ പേരക്ക വായിക്കാൻ കയറിയ കുട്ടിയുടെ കൈ പട്ടികെടുത്ത് തല്ലിപ്പൊടിച്ച കേസെടുത്തു. കുട്ടിയുടെ വന്നു കഴിയുമ്പോൾ ക്രിക്കറ്റ് ബോർഡ് അടുത്ത പറമ്പിലേക്ക് പോയിട്ട് അത് എടുക്കാൻ ചെന്ന കുട്ടിയെ കല്ലെടുത്തെറിഞ്ഞ് കൊടുത്ത കേസുകളുണ്ട്. നമുക്കെന്തായാലും ഈ ഗ്രാമത്തിൽ അത് ഉണ്ടാവില്ല. ഈ ഗ്രാമീണ ഭംഗി, ഈ ഗ്രാമീണ നന്മ അതിനെ നിലനിർത്താൻ സാധിക്കണം. അതിന്റെ ആവശ്യകത കൂടിയുണ്ട്. അവിടെയാണ് ഈ നവജീവൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. ആവശ്യക്കാരന്റെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ അയൽക്കാരൻ എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ആരാണ് ഇതിന്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ആവശ്യക്കാരനെ സഹായിക്കുന്നവരാണ് അയൽക്കാരൻ. A friend in need is a friend indeed. അത് നമ്മൾ UP ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഗദ്യഭാഗത്തിന്റെ ഒരു ഹെഡിങ് ആണ്. A friend in need is a friend indeed. ആവശ്യക്കാരന്റെ സഹായിയാണ് യഥാർത്ഥ സഹായി. കരുണയുള്ള ഭാഗ്യവാന്മാർ എന്നാൽ നിങ്ങൾക്ക് കരുണ ലഭിക്കും. അതുകൊണ്ട് ആ കരുണ നിലനിർത്താൻ, ആ കരുണയുള്ളവരായി മാറാൻ ഈ നവജീവൻ ട്രസ്റ്റിന് സാധിച്ചിരിക്കുന്നു. മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ല. വീടിന്റെ താക്കോൽദാന കർമ്മത്തിൽ ഞാനുണ്ടായിരുന്നു. വളരെ നല്ല ഒരു വീട്, വീടല്ല, പക്ഷെ എല്ലാ പണികളും തീർത്തൊരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ സാധിക്കും. വീടില്ലാത്തവർക്ക് വീടിന്റെ ആവശ്യകത കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ അവിടെയൊക്കെ എന്ന നിലയിലുള്ള ഒരു മനോഭാവം, അതാണ് ഏറ്റവും പ്രധാനം. സഹായിക്കാനുള്ള ഒരു മനോഭാവമാണ് ഏറ്റവും പ്രധാനം. അതിവിടെ നിലനിർത്തുന്നു, അതിനെ ശക്തിപ്പെടുത്തുന്നു, പ്രവർത്തിക്കുന്നു. പലതുള്ളി വരുമ്പോൾ എല്ലാവരും കൂടുമ്പോൾ ഒത്തുപിടിച്ചാൽ മലയും പോലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ സാധിക്കും. അതിന് ഈ സംവിധാനം നവജീവൻ മുന്നോട്ട് വരുന്നതിൽ പ്രത്യേകമായിട്ടുള്ള സന്തോഷം, സംതൃപ്തി, അതിനെല്ലാ ആശംസകളും നന്മകളും ഈ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം. ഹോസ്പിറ്റലിൽ പോകേണ്ടത് അതുകൊണ്ട് ഏറ്റവും ആശംസ അർപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. നമ്മളെ ചാരിറ്റി കമ്മിറ്റി ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യും, പ്രോത്സാഹിപ്പിക്കും, എല്ലാവരും പിന്തുണയും ചെയ്താണ്. അച്ഛനെ പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നവജീവൻ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്യുന്നതാണ്. വെച്ചുകൊടുത്ത വളരെ വലിയ ത്യാഗം എല്ലാവരും ചെയ്യേണ്ടി എന്നാലും സന്തോഷകരമാണ്. കാരണം ആ വീടിന്റെ ആദ്യത്തെ സ്ഥിതി ഇവിടെ താമസ സമയമെല്ലാം പോകുമ്പോൾ വളരെ വലിയ ഒരു ഹെർക്കുലിൻ ടാസ്ക്കാണ് നമ്മൾ ചെയ്തു കൊടുത്തിരുന്നത്. തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ ബഹുമാനോട് നമ്മളൊക്കെ ചെറിയ ക്ലാസ്സിൽ പലരും പഠിച്ചിട്ടുണ്ടാവും. മണ്ണാങ്കട്ടി വളരെ വലിയ ഒരു ഉദാഹരണമാണ് മണ്ണാങ്കട്ടി കഥ. നമ്മൾ ചെറുപ്പത്തിൽ അതൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥവും വ്യത്യാസവും മനസ്സിലായിരുന്നു. അത്യാവശ്യ സമയത്ത് മഴ പെയ്യുമ്പോൾ മണ്ണാങ്കട്ട ഒലിച്ചു പോകാതിരിക്കാൻ ഇല്ലാതെ പോകാതിരിക്കാൻ വേണ്ടി കരികിന് മുകളിൽ സ്ഥാനം വെച്ചു. അങ്ങനെ ആ മണ്ണാങ്കട്ട കരികിൽ രക്ഷിച്ചു. അതിനുശേഷം നല്ല കാറ്റ് വന്നു. കാറ്റ് വന്നപ്പോൾ മണ്ണാങ്കട്ട കരികിലോട്ട് വരികയും അവിടെ കരികിൽ പറന്നു പോകാൻ അവർ നല്ല സുഹൃത്തുക്കളായിട്ട്
സഹായിച്ചു വളർന്നിച്ചിട്ടുണ്ട്. ഒരു കൊച്ചു കഥയാണെങ്കിൽ വളരെ വലിയ ഒരു പാഠം തരുന്നത്. നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ചെറിയ കാശ് അത് ത്യാഗത്തിൻ്റെതായ മാറുമ്പോൾ, ത്യാഗത്തിൻ്റെ ഫലം ആയിട്ട് മാറുമ്പോൾ അത് വളരെ വലിയ ഒരു വിലയാണ്. നമ്മളിവിടെ നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുജനങ്ങളുടെ കാര്യം ചെയ്യുന്നത് പള്ളിയിൽ നിന്നുള്ള സാധാരണ മരണാനന്തര സഹായങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു വ്യക്തി ഇടവയിൽ മരിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് കീഴുള്ള മിക്കതും തന്നെ ഒരു 100 രൂപ വെച്ച സംഭാവന ആ കൊടുക്കുന്ന തുകയിൽ നിന്നും അവർക്ക് എത്തുന്ന ഒരു 10,000 ആ തുകയിൽ 10,000 കുറച്ച് പേരൊക്കെ മാറുന്നുണ്ട്. മാറുന്നതുകൊണ്ട് കുറയ്ക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞതാണ്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു 100 രൂപ സംഭാവന ചെയ്യുന്നത് ത്യാഗമായിട്ട് വരുമ്പോൾ അത് വളരെ വലിയ ഒരു സഹായമായിട്ട് ചില അവസരങ്ങളിൽ അനുഭവപ്പെട്ട് പറയാറുണ്ട്. എന്നാൽ മറ്റു ചിലർ കൊടുക്കാൻ മനസ്സുള്ളവരും അതിൽ നിന്ന് വിട്ടുമാറുന്നു. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരുടെ ആ മനസ്സാർത്ഥയുള്ളൂ. ഇവിടെ പറയാറുണ്ട്, ഞാനും എൻ്റെ വീടും എൻ്റെ വീടുകളും എൻ്റെ പട്ടികളും അതിനപ്പുറത്തേക്ക് ചിന്തിക്കാത്ത മനസ്സിലാണ് പ്രകാരമൊക്കെ ചെയ്യുന്നത്. അല്ലാതെ സമൂഹത്തിന് വേണ്ടിയിട്ട് വേദനിക്കുന്നതിന് വേണ്ടി മുങ്ങിയിടുവാൻ, സന്തോഷിക്കുന്നതിന് സന്തോഷത്തിൽ പങ്കിടുവാൻ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഭഗവത്ഭാഗം കാഴ്ചാശ്രം പറയുന്നുണ്ട്. ബാക്കിയുള്ള ശേഷിച്ച അരനിമിഷം ആ സമയത്ത് അവൻ മരിച്ചുകൊണ്ടിരിക്കുന്നു, അതേസമയം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പത്രോസ്തേക്കാരുടെ ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് കൂടി 1 മണിക്കൂർ ഇരിക്കാൻ ഉണർന്നിരിക്കാൻ സാധിക്കില്ലേ ഞാൻ പത്രോസ്തേക്കാരെ ചോദിച്ചു. അത് വാസ്തവത്തിൽ ഈ അർത്ഥത്തിലേക്ക് നമ്മൾ മാറ്റുകയാണെങ്കിൽ വളരെ വലിയൊരു പാഠമാണ് തരുന്നത്. വേദനിക്കുന്നതിന് വേദന പങ്കുചെയ്യുക, സന്തോഷിക്കുന്നതിന് സന്തോഷത്തിൽ പങ്കുചെയ്യുക. അങ്ങനെ ഈ ലോകത്തിലൂടെ സ്നേഹിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൗത്യത്തിലെ പ്രവർത്തിക്കുന്ന എല്ലാ മക്കളും എല്ലാ വ്യക്തികളും അത് അന്യായം ചെയ്യുന്നതിന് തീർച്ചയായും എടുത്തു പറയാൻ സാധിക്കും. ഞാൻ കൃത്യമായിട്ട് അവർക്ക് എല്ലാ ആശംസകൾ നൽകിയാണ്. കൂടുതൽ കൂടുതൽ നന്മ അവരോട് നമുക്കും നമ്മുടെ ഇടയിലേക്ക് ഓരോ മക്കൾക്കും ധാരാളം കഴിക്കുന്നത് പ്രാർത്ഥിക്കുന്നു. യാത്രയെടുത്ത തീർച്ചയായും കഴിവുകൾ വലുതാണ്. അങ്ങനെയാണ് നമ്മുടെ ഈ കൊറോണയിൽ വന്നതുകൊണ്ട് എല്ലാ ഇടവകയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായും ഉണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഓക്കെ, സദസ്സിലിരിക്കുന്നവരെ പരിചയമുള്ള പറയുന്നുണ്ട്. ആദ്യമായിട്ടുള്ള ഈ നവജീവന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. റിപ്പോർട്ട് വായിക്കുന്നത് ഞാൻ വളരെ ശ്രദ്ധാപൂർവ്വം ഞാൻ കേട്ടിരുന്നു. സംസ്ഥാന കാര്യത്തിൽ പറയുകയുണ്ടായി. നമ്മുടെ ഈ സമൂഹവും നമ്മുടെ ജീവിക്കുന്ന ഈ ഭൂമിയും പ്രദേശമൊക്കെ കൂടുതൽ സുസ്ഥിരമായിരിക്കുന്നത് ഈ നവജീവൻ ട്രസ്റ്റ് അതുപോലുള്ള കുറെ നല്ല നന്മയുടെ മരങ്ങൾ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ ശാഖകളാണ് അങ്ങനെ ഓരോരുത്തരും. അപ്പോൾ ഈ നന്മയുടെ ഭൂമരങ്ങൾ അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത് നന്മയുടെ സുഗന്ധം സമൂഹത്തിൽ കത്തുന്നതാണ്. അപ്പുറം എടുത്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് നല്ല വാസന കാണാനായിട്ട് നമ്മൾ ഇവിടെ കാത്തിരിക്കണം. എന്തെങ്കിലുമൊക്കെ എന്താ പാത്രധാരണമായി പോയെന്ന് അറിയത്തില്ല. ഹൈലൈറ്റ് ചെയ്യാൻ ചെയ്യപ്പെടുന്ന വാക്കുകളെല്ലാം നെഗറ്റീവ് ഇമ്പാക്ട്
പക്ഷേ ഇതുപോലുള്ള ഒരു പക്ഷേ പ്രധാന പത്രങ്ങളൊന്നും കൈകാര്യം ചെയ്യാൻ സാധ്യതയില്ലാത്ത ഈ മീറ്റിങ്ങും ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പറയും ഇതുപോലുള്ള ഈ നന്മയുടെ ഉത്തരവിലിരിക്കുന്ന വിവരങ്ങളാണ് നമ്മുടെ ഈ സമൂഹത്തെയും നമ്മുടെ പ്രദേശത്തെയും നമ്മുടെ ഭൂമിയും ഒക്കെ കൂടുതൽ സുന്ദരമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നവജീവനത്തിന്റെ മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായ പേരുള്ള ആ രീതിയിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും ദൈവാഗ്രഹവും നേടുകയാണ്. ഇവിടെ ഇനിയും പ്രവർത്തിക്കേണ്ടവരുടെ കൂടുതൽ നന്മകൾ ഉണ്ടാകട്ടെ. നമുക്കറിയാം ഈ ഞാൻ എഞ്ചിനീയറിംഗ് മുംബൈ കോളേജിലാണ് വന്നത്. മുംബൈക്ക് ആവശ്യത്തിന് പ്രത്യേകത അത് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം. കുറച്ച് പഠിച്ചിട്ടുണ്ടാവും അതിൻ്റെ ആവശ്യമായിട്ട് തീരുമാനമുള്ളത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത അതിനെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ദൈവാനുഗ്രഹം എപ്പോഴും ആ ഗ്യാസ് പൂക്കളുണ്ടാവും. അതിനെ വേണ്ടി പൂക്കുന്ന മെയ് മാസം പൂത്തുലഞ്ഞിട്ടുണ്ട്. അത് പൂക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യത്തോടെ ജീവിച്ചതാണ്. ഈ പൂക്കാൻ തുടങ്ങുമ്പോൾ ഈ മനസ്സിൽ വിഷമമാകും. എന്നാ ചോദിച്ചു പുറമെ മഴ പെയ്യുന്നതുകൊണ്ടല്ല, ഈ മനോഹരമായി പൂക്കളെല്ലാം കൊഴിഞ്ഞു തീരും. അത് കൊഴിഞ്ഞു തീരുമ്പോഴത്തേക്ക് മഴയിൽ പൂക്കുന്നത് കുറച്ച് വരും. അത് കഴിഞ്ഞ് അടുത്തത് മാറി മാറി വരും. പക്ഷെ ഓരോ പ്രാവശ്യവും കൊഴിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് കൂടുതൽ ആഗ്രഹത്തോടുകൂടി ശക്തിയോടുകൂടി തലരടിയുകയും പിന്നീട് വന്ന് നോക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോ വാർഷിക ഉപയോഗവും കഴിയുമ്പോൾ ഇതുവായിരിക്കും കൂടുതൽ ആഗ്രഹത്തോടുകൂടി നല്ല ചെയ്യാവുന്ന ഉണർവും ഉന്മേഷവും ഒക്കെ കാര്യകാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നവജീവനത്തെ വലിയ ഗ്രാമം കിട്ടിയില്ല. കാരണം അത് ക്ഷണിക്കാൻ പറ്റുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. ആരൊക്കെ വളരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വലിയ ഗ്രാമം കിട്ടില്ല. അതുകൊണ്ട് എന്താ പ്രസ്ഥാന പരിപാടി അറിയാൻ പാടില്ല. ഞാൻ വരേണ്ടതാവേ അറിയാതെ ഞാൻ പ്രോസസ്സിൽ വിളിച്ചു പോയിട്ട് തീർച്ചയായിട്ടും പറഞ്ഞു. ഒത്തിരി നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മയാണെന്ന് പറഞ്ഞു. പിന്നെ ഒന്നും കരുതിയില്ല. കല്യാണത്തെ അവരുടെ കല്യാണത്തിന്റെ വിവേകാനന്ദ തലയിലുള്ള പാർട്ടിക്ക് പോകേണ്ടതാണ് ചെയ്തത്. അതാണ് ഞാൻ പോകുന്നു. ഈ നന്മ ചെയ്യുന്ന മനുഷ്യരെ കാണുന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നന്മകൾ നേടുന്നു. ഈ മാലിന്യവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് മൊബൈലിലുണ്ടായിരുന്നു. അവിടെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന മാലിന്യത്തിലൊക്കെയുണ്ട്. അറിയാവുന്ന ഞാൻ വ്യക്തിപരമായിട്ട് ഒരുപാട് ശുശ്രൂഷകൾ 25 വർഷം പൂർത്തിയാക്കി. അതിനകത്ത് വൈദ്യുതി ഒരുപാട് സ്കോപ്പുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും മനസ്സുകൊണ്ട് നിറവ് ലഭിച്ച ഒരു ഇടമാണ് ക്രിസ്തുരാജ ഹോസ്പിറ്റലിന്റെ മാലിന്യത്തിൽ അവർ മാറ്റിവെച്ചിട്ടുണ്ട്. അവിടെ കടന്നുപോയി 6 വർഷം കടന്നുപോയിട്ടുള്ള 99% രോഗികളെയും ഞാൻ പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ആത്മീയമായിട്ട് ആവശ്യമുള്ള ചെയ്തുകൊടുത്തിട്ടുണ്ട്. പോയി സംസാരിച്ചിട്ടുണ്ട്. ഒത്തിരി പേരെ മരണത്തിലേക്ക് ശാന്തമായി കൈവരിച്ചുവിടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയ സംതൃപ്തിയാണ് എൻ്റെ ജീവിതത്തിൽ ആ രോഗികളുണ്ട്. കാരണം നേരത്തെ സണിസാറ് പറഞ്ഞു നല്ല സ്കോപ്പുള്ള ഒരു പ്രസ്ഥാനമാണ് ഇപ്പോൾ ഈ മാലിന്യ സൊസൈറ്റി അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. കാരണം മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള കരുതലും കരുണയും സ്നേഹവും നമ്മുടെ പണമൊന്നും മനുഷ്യന് ആവശ്യമുള്ള ഞാൻ പറയുന്നത്. ആത്മീയമായി മനുഷ്യൻ മരണത്തോടടുക്കുമ്പോൾ ഈ പണത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. അവന് വേണ്ട സമാശ്വാസവും സ്നേഹവും നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും ഒക്കെയാണ്. അത് കൊടുക്കാൻ സാധിച്ച ആ മനുഷ്യന്റെ മുഖത്ത് ഈ കടന്നു പോകുന്ന മനുഷ്യന്റെ മുഖത്തിൽ ഇരിക്കുന്ന ഒരു സംതൃപ്തിയും സന്തോഷവും ഒക്കെയുണ്ട്. അത് നൽകുന്ന ഒരു ആശ്വാസവും അത് നൽകുന്ന ഒരു സംതൃപ്തിയും വളരെ വലുതാണ് നമുക്കും. അപ്പൊ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തി അങ്ങേയറ്റം സാധനമാണ്. തുടർന്നുകൊണ്ടേയിരിക്കുന്നത് ഏറ്റവും ആവശ്യമുള്ള മനുഷ്യന്റെ അടുത്തായിരിക്കാൻ വേണ്ടി, അവരെ സ്പർശിക്കാൻ വേണ്ടി, അവരെ ആശ്വാസം കൊടുക്കാൻ വേണ്ടി നവജീവനത്തിൽ സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ
ഈ മുസ്ലിം മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വലിയ ചിരിയും അദ്ദേഹത്തിന്റെ ഭാര്യ ടീച്ചറിന്റെ മുഖത്താണ് സന്തോഷവും ഹോംനേഴ്സിന്റെ മുഖത്താണ് സന്തോഷവും അത് നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് അല്ല വായിച്ചെടുക്കാൻ വിവരിക്കാൻ മാത്രമില്ല. ഇതാണ് നമ്മളൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയ സന്തോഷവും സൗഭാഗ്യവും ദൈവാനുഗ്രഹവും ഒക്കെ ബൈബിൾ കൃത്യമായിട്ട് വിപ്രകാരമുള്ള രോഗി പ്രതിഫലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. സുരക്ഷിതത്തില് ഞാൻ രോഗിയായിരുന്നു കണ്ടു ഓരോ പ്രതിഫലം നൽകുന്നതൊക്കെ തീർച്ചയായിട്ടും ഈ നവജീവൻ ട്രസ്റ്റ് ഒരുപാട് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും മാറ്റിയിട്ടുകൂടെ പറയാം. അതെല്ലാം ഈ കെയർ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ദൈവാനുഗ്രഹവും ആശംസയും ഉണ്ടാകും. ഒരു കാലത്ത് ഒരു വൈദികർക്കായിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയുന്നത് നിങ്ങൾ കൂടിയുള്ളതാണ് എന്ന് തിരിച്ചറിയുക. ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾ കൊണ്ടേയിരിക്കും കൂടുതൽ തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കും. യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന പരോപകാര പ്രവൃത്തിക്ക് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ തലമുറ കൂടി അനുഗ്രഹിക്കപ്പെടും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൂടി എല്ലാ നന്മകളും നേരുന്നു. കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നേരിടുന്ന പ്രവർത്തിക്കുന്ന കമ്പനിയിലേക്ക് വിളിച്ചത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. അടുത്തതായി നമ്മുടെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്ത് സ്വന്തമായി ഗാനമൊക്കെ എഴുതി ഇഷ്ടപ്പെടുത്തി പുതിയ വിശ്വാസത്തിനുള്ളതായി മാറി ഉപകരണങ്ങൾ ചെയ്യും. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷം തിരുനാളുമായി ബന്ധപ്പെട്ട് അവിടെ കുറേ ആളുകൾക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഇത്ര മനോഹരമായി അവരുടെ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മളെല്ലാം അതിൻ്റെ ഭാഗമായി തീർച്ചയായും അച്ഛൻ അത്രയേറെ ഈ നിമിഷം ഓർക്കുകയാണ്. നവജീവൻ ട്രസ്റ്റിന്റെ ബഹുമാനായ പ്രസിഡന്റ് ഷാജി കൈതല്, പേരാവൂർ കോളനിയുടെ മേജർ ആർമി എപ്പിസ്കോപ്പൽ ചർച്ചിന്റെ വികാരിയച്ഛൻ, ബഹുമാനപ്പെട്ട മാത്യു തെങ്ങേപ്പള്ളിയച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന വിശിഷ്ടരായിട്ടുള്ളവര്, നവജീവൻ കുടുംബ അംഗങ്ങളെ, ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഈ നവജീവൻ കുടുംബത്തിൻ്റെ ഈ ഒരു മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നത്. എനിക്കിത് സംബന്ധിക്കാനായിട്ട് സാധിച്ചത് ഒരു അനുഗ്രഹമാണ്. എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നതാണ്. ആ യാത്ര നാളത്തേക്ക് മാറ്റിവെച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വരാനായിട്ട് സാധിച്ചത്. എനിക്ക് മുമ്പ് സംസാരിച്ച എംഎൽഎയും അതുപോലെ വൈദ്യുതി പറഞ്ഞതുപോലെ എത്ര ശ്ലാഘിച്ചാലും എത്ര പുകഴ്ത്തിയാലും മതി വരാത്ത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ. ഭാഗ്യ സ്മരണാർത്ഥനായ കോഴിക്കോട് ഇടവക മാർപ്പാപ്പയും അതിനുശേഷം ഇപ്പോഴുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയും ലോകത്തിന്റെ ഗതിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയുന്ന വാക്കാണ്. അതായത് ലോകത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ അപകടം ആയിട്ട് അദ്ദേഹം പറയുന്നത് അത് അന്യ വിചാരം നഷ്ടപ്പെട്ടു പോയതാണ്. അല്ലെങ്കിൽ ഒരു നിസ്സംഗതയാണ് വേറെ വിചാരത്തിന്റെ ഒരു ഭാഷയിൽ അന്യവിചാരമില്ല. അപ്പോൾ ദൈവവിചാരം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അന്യവിചാരം നഷ്ടപ്പെടുന്നത്. ദൈവവിചാരം നമ്മുടെ എല്ലാവരെയും തീർച്ചയായും അന്യവിചാരം ഉള്ളവരെ ആക്കി മാറ്റുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നിങ്ങളെല്ലാവരും എത്രമാത്രം ഈ നവജീവൻ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നു, നവജീവൻ ട്രസ്റ്റ് എന്തെല്ലാം കാര്യങ്ങൾ ഈ പ്രദേശത്ത് ചെയ്യുന്നു എന്ന് ഈ 2 വർഷത്തെ സമയത്തിനുള്ളിൽ മനസ്സിലാക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഈ അവസരത്തിൽ നവജീവൻ കുടുംബത്തിന്റെ വാർഷിക സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുകയാണ്. ഞാൻ ഈ അവസരത്തിൽ എല്ലാവരും പ്രസംഗിക്കുകയാണ്. എന്നാൽ ഒരു പാട്ടുപാടി 2 പ്രസംഗം ചുരുക്കാമെന്ന് വിചാരിച്ചു. ഇപ്രകാരമുള്ള ഒരു സമ്മേളനത്തിൽ, അതായത്
എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ കത്തിജ്വലിക്കുന്ന ആവേശത്തിന്റെ തീയുടെ ഒരു കാരണമായിട്ട് ചിലപ്പോൾ മദർ തെരേസയെ പോലെയുള്ള അല്ലെങ്കിൽ മദർ തെരേസയുടെ ഒക്കെ വലിയ പ്രവർത്തന ചൈതന്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തീർച്ചയായിട്ടും മദർ തെരേസയുടെ വലിയൊരു ഫാനാണ്. അടുത്ത നാളിൽ ഞാൻ മദർ തെരേസയെ കുറിച്ച് കമ്പോസ് ചെയ്ത് എഴുതിയ അല്ലെങ്കിൽ ചിട്ടപ്പെടുത്തിയ കാലമാണ്. നിങ്ങൾക്കൊരു എൻ്റെ വകയുള്ള ഒരു പ്രചോദനത്തിൻ്റെ ഒരു കാരണമായിട്ട് അവതരിപ്പിക്കാൻ ആഗ്രഹിച്ചു. ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇത് ഞാനും ശ്രേയാഘോഷത്തിലൂടെ ചിട്ടപ്പെടുത്തിയ ഗാനമാണ്. പ്രശസ്ത ഇന്ത്യൻ സംഗീതജ്ഞയാണ് ഗായിക ശ്രേയാഘോഷലാണ് ഈ ഗാനത്തിലൂടെ പാടിയിരിക്കുന്നത്. ഞാൻ ഈ ഗാനത്തിൻ്റെ ഏതാനും ലൈനുകൾ പാടിക്കൊണ്ട് ഈ വീട്ടിൽ എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ്. പഠിപ്പിച്ചത് യേശുവാണ്.